യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 119 സങ്കീർത്തനം 105 തിരുവചനം. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഏതൊരു ദൈവ മക്കളുടെയും ദൈവത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആധാരമാണ് ഈ വചനം. ദൈവത്തിൻ്റെ വചനം, ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന വചനങ്ങൾ നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിൽ പ്രകാശവുമാണ്. എത്ര അന്ധകാരം നിറഞ്ഞ വഴിയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും ദൈവവചനം നിന്റെ ഒപ്പമുണ്ടെങ്കിൽ ആ അന്ധകാരത്തെ കീറിമുറിച്ചുകൊണ്ട് പ്രകാശം ചൊരിഞ്ഞ് നിന്റെ മുന്നിലുള്ള പാത വ്യക്തമാക്കി തരുന്ന ഒരു ദൈവത്തെ നിനക്ക് കാണുവാൻ സാധിക്കും. ദൈവവചനത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുക. ആ ദൈവവചനത്തിൽ ഉറച്ചു വിശ്വസിക്കുക. ദൈവം ഓരോ ദിവസവും എന്നോട് സംസാരിക്കുമ്പോൾ, ദൈവം ഓരോ നിമിഷവും എന്നോടൊപ്പം ആയിരിക്കുകയും എന്നെ നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ, ദൈവവചനം എൻ്റെ കാതുകളിൽ മുഴങ്ങുമ്പോൾ, എൻ്റെ മുന്നിലുള്ള തിന്മയുടെ അന്ധകാരം എൻ്റെ കർത്താവ് മാറ്റിക്കളഞ്ഞ് അവിടെ പ്രകാശം ചൊരിയും. അങ്ങനെ എൻ്റെ മുന്നിലുള്ള പാത നേരെയാക്കി തരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. അത്രയ്ക്ക് ശക്തിയുള്ള വചനങ്ങളാണ് ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന വചനം. നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറുവാൻ, നിങ്ങളുടെ നിരാശകൾ നിങ്ങളിൽ നിന്നും വിട്ടുമാറുവാൻ ദൈവവചനത്തിൽ ഉറച്ചു വിശ്വസിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി, കുടുംബസമാധാനത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവത്തിൻ്റെ തിരുഹൃദയത്തോട് സമർപ്പിക്കാം. നമ്മുടെ മക്കളെ ദൈവത്തിന് വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവിനാൽ അവർ നിറയുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം അവരോടൊപ്പം സഞ്ചരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കൾ എവിടെയായിരുന്നാലും അവരെ ഓർത്ത് ആകുലപ്പെടുന്നതിന് മുമ്പ് അവരെ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുക്കാം. എൻ്റെ കർത്താവും രക്ഷകനും
നാഥനും ദൈവവുമായ ജീവനുള്ള എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.